ശ്രീ എ സജീവൻ, ഇപ്പോൾ പി വി അൻവർ എന്നുള്ള ഒരു ഫാക്ടർ മാറ്റി നിർത്തുകയാണെങ്കിൽ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് UDF ഇതിനകം തന്നെ ചർച്ചകൾ പല നേതാക്കളുമായി നടത്തിക്കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. അത് LDFനും അറിവുള്ളതാണ് എന്ന് കേൾക്കുന്നു. ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് ചിലരുമായി ബന്ധപ്പെട്ട് CPM എടുത്തു കഴിഞ്ഞതായും കേൾക്കുന്നു. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? മുന്നണി വിപുലീകരണത്തിൽ രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാത്ത പാർട്ടികളെയും കൂടെ കൂട്ടുക വഴി മുന്നണിയിൽ കൂടുതൽ പാർട്ടികൾ എത്തുക എന്നൊരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ UDF ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ UDFൻ്റെ കെട്ടുറപ്പ് ശക്തമാക്കാനും കുറേ വോട്ടുകൾ ഇപ്പുറത്തേക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അസംതൃപ്തരായിട്ടുള്ള LDFൻ്റെ ഭാഗത്തുള്ള ഈ ഘടകകക്ഷികളെയോ അതിൻ്റെ നേതാക്കന്മാരെയോ ഒക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുമുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. ഏതൊക്കെ വോട്ടുകൾ തങ്ങൾക്ക് അധികമായി കിട്ടുമോ ആ വോട്ടുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള ശ്രമം കുറച്ച് കാലമായിട്ട് നടക്കുന്നത്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളാണെങ്കിലും ഒക്കെ പകുതി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലുള്ള നിലപാടൊന്നുമല്ല. പരസ്യമായിട്ട് അവരുടെ വോട്ടും ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ തന്നെയാണ്. SDP വോട്ടാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണെങ്കിലും ഒക്കെയുണ്ട്. മാത്രമല്ല ഈ പ്രസ്ഥാനങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലൊക്കെ LDFനോട് CPMനോട് കടുത്ത വിരോധത്തിലാണ്. കാരണം CPM അവരെ ഈ 2 പ്രസ്ഥാനങ്ങളെയും അതിരൂക്ഷമായിട്ട് എതിർക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ UDFന് അനുകൂലമായിട്ട് ഉള്ള നിലപാടെടുക്കും. അതാണ് നമ്മൾ പാലക്കാടൊക്കെ കണ്ടത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് SDPക്കാരൊക്കെ ആവേശത്തോട് കൂടിയിട്ട് രംഗത്തിറങ്ങിയത് പോലും അത് LDFൻ്റെയും BJPയുടെയും പരാജയം എന്നല്ല, UDF ജയിച്ചതിലുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ തങ്ങളെ കർക്കശമായിട്ടും എതിർക്കുന്ന LDFൻ്റെയും തങ്ങൾക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത BJPയുടെയും പരാജയം എന്ന നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളൊക്കെ കൂട്ടുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം UDF എടുക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ അൻവറിന് എത്ര വോട്ട് കിട്ടും, അൻവറിന് ചേലക്കരയിൽ കിട്ടിയ വോട്ട് മുഴുവൻ അൻവറിൻ്റേതാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ പരമാവധി ഈ LDFുമായിട്ട് ഉടക്കി നിൽക്കുന്ന LDFനോട് വിരോധമുള്ള ആളുകളുടെ വോട്ട് മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. ഇപ്പോൾ ഈ അൻവറാണെങ്കിലും വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് മുന്നണിയിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് ആ മുന്നണിയുള്ള പാർട്ടികളുടെ മുഴുവൻ പിന്തുണ കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. ഒരിക്കൽ പോലും അൻവറിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ഈ വനനിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെയുള്ള ഒന്നുമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ അതൊരു ആയുധമായിട്ട് ടൂളായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് UDFൽ ഇപ്പോൾ അപ്പച്ചനൊക്കെ ഇപ്പോൾ പിന്മാറിയെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് അപ്പച്ചനൊക്കെ പകുതി സമ്മതം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും വിവാദമായതോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത്. ഇപ്പോൾ പ്രവീൺ കുമാർ ആയാലും ക്ഷണം ലഭിച്ചിരുന്നു, പക്ഷേ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പിന്നീട് പറയുന്നു. തീർച്ചയായിട്ടും പ്രവീൺ പറഞ്ഞാണ് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് അൻവർ LDFൽ നിന്ന് പിന്മാറിയതിന് ശേഷം അതിരൂക്ഷമായിട്ടാണ് UDFനെയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ VD സതീഷിനൊക്കെ വിമർശിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രവീൺ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? പാർട്ടി നേതൃത്വം പറയട്ടെ, തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്. കാരണം അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യം. കാരണം LDFന് എതിരെയുള്ള നീക്കം അത് ഈ 3ാമത്തെ തവണ പരമുള്ള പരാജയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ആ പോക്കിൽ PV അൻവറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ PV അൻവറിലൂടെ കിട്ടാൻ സാധ്യത ഇപ്പോൾ LDFലെ 3 CPMലെ 3 MLAമാർ എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ആരൊക്കെ ഇപ്പുറത്തേക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ശ്രീ എ സജീവൻ, NCPയിൽ ഒരു പിളർപ്പിനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. ഒരു 7-ാം തീയതിക്ക് ശേഷം അതിലൊരു വ്യക്തത വരുമെന്ന് കേൾക്കുന്നു. PC ചാക്കോ എന്ന നേതാവിന് ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചുപോക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ PV അൻവറിനൊപ്പം ചേർന്ന ഒരു പുതിയ പാർട്ടിയായി UDFൽ പോകുക എന്ന് പറയുമ്പോൾ തടസ്സങ്ങളുമില്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസ്സായി എടുക്കാൻ സാധ്യമല്ല ഇപ്പോൾ ലീഗിലേക്ക് വേണ്ട അൻവറിനെ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പുതിയ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദേശീയ പാർട്ടികൾ ഇപ്പോൾ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിലും തൃണമൂലുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി തൃണമൂലിന് കേരളത്തിലൊരു ഘടകമാകുന്നുവെങ്കിൽ അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട പേരുകൾ ഉണ്ടാകുന്നെങ്കിൽ അത് ചെറിയ കാര്യമാണോ?
തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഇപ്പം NCP എന്ന് പറയുന്ന പാർട്ടി വലിയ മഹാരാഷ്ട്രയിലല്ലാതെ മറ്റെവിടെയും അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ ഇവിടെ ഇതുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ JDSന് ഇവിടെ എത്ര അനുയായികളുണ്ടെന്ന് ചോദിച്ചാൽ സ്മൃതിക്ക് അറിയാമല്ലോ, നമുക്ക് കൃത്യമായിട്ട് എത്ര അനുയായികളുണ്ട് ആ പാർട്ടിക്കകത്തുനിന്നുള്ളത്. പക്ഷേ അവർക്ക് ഭരണത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു പാർട്ടിയാണ്. ഈ നേതാക്കന്മാരെ ഒന്നുകിൽ CPMലേക്കോ CPIയിലേക്കോ ഒക്കെ ചേക്കേറിയിരുന്നെങ്കിൽ ഈ ഒരു പരിഗണന കിട്ടില്ല. അപ്പോൾ അവർക്ക് മന്ത്രിയുണ്ട്, NCPക്ക് മന്ത്രിയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ ഇപ്പോൾ PC ചാക്കോയുടെ കാര്യം നമുക്കറിയാം. PC ചാക്കോ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സ്വാധീനവും LDFിലില്ല. അവിടെ എന്തെല്ലാം നിലപാടെടുത്താലും മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞാലും പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊക്കെ ഇപ്പുറത്തേ പോവുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. കാരണം അടുത്ത പ്രാവശ്യം ഈ NCPക്ക് 2 സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ സാധ്യതയില്ല. കാരണം കായംകുളം കിട്ടാനുള്ള സാധ്യത പോലും കുറവായി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പുറത്തേ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെയാണ് UDFന് കിട്ടാവുന്ന ഓരോ വോട്ടും അത് അവർ ശേഖരിക്കാൻ ശ്രമിക്കുന്നു പറയുന്നതാണ്. അത് ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു KPCC നേതൃത്വം എന്നും കേൾക്കുന്നുണ്ട്. ശ്രേയാംസ് കുമാറിന്റെ ആ പാർട്ടിക്ക് ഇപ്പോൾ ഒരു വിജയ സാധ്യത എത്രത്തോളമുണ്ട് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയ സാധ്യത ഇല്ലായിരിക്കാം. നേരത്തെ അത് കൽപ്പറ്റയായിരുന്നു. കൽപ്പറ്റയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലാണ്. വടകരയിലും ഇപ്പോൾ കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാർട്ടിക്ക് വലിയ വലിപ്പമില്ല. പക്ഷേ ആ പാർട്ടി വരുന്നു, പാർട്ടിയുടെ എണ്ണം കൂടുന്നു. തീർച്ചയായിട്ടും പാർട്ടിയുടെ എണ്ണം കൂടുക എന്നുള്ളത് മാത്രമല്ല സ്മൃതി, ഇതിൽ കുറച്ച് വോട്ടുകൾ എന്തായാലും സ്വാധീനിക്കാവുന്ന വോട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അത് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. അത് ജയിപ്പിക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പലപ്പോഴും സാധ്യമാക്കുന്ന വോട്ടുകളായിരിക്കും. കാരണം അവർ തനിച്ച് നിന്ന് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ അവരുടെ ചില വോട്ടുകൾ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം സ്വാഭാവികമാണ്. ഇപ്പോൾ ശ്രേയാംസ് കുമാറിനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവരുടെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. വേണ്ട പരിഗണന കിട്ടുന്നില്ല. അവർ പലപ്പോഴായിട്ട് അക്കാര്യം പരസ്യമായി പറഞ്ഞ കാര്യമാണ്. എന്നിട്ടും വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതിരിക്കുമ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമ്പോൾ വീണ്ടും 5 വർഷം ഒന്നും അല്ലാത്ത രൂപത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ള അവർക്ക് തോന്നും. അപ്പോൾ ഇതൊന്നും തെറ്റായ കാര്യമൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളും വിചാരിക്കുന്ന അവർ രാഷ്ട്രീയ നേട്ടമാണ്. അതല്ലാതെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയിലോ പാർട്ടിയിലോ ഒക്കെ ഉറച്ചു നിൽക്കുന്ന ആളുകളും പ്രസ്ഥാനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഇത് വളരെ രസകരമായ രീതി എനിക്ക് തോന്നുന്നു. UDF പ്രത്യേകിച്ച് കോൺഗ്രസ് തന്ത്രപരമായ നിലപാടിലൂടെ ആണ് പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആകെ അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള അടിയാണ്. അതായിരിക്കും ഒരുപക്ഷെ അവർക്ക് ദോഷമായിട്ട് മാറാൻ സാധ്യത. പക്ഷെ ഒരു തരത്തിൽ ചെന്നിത്തല ഉപയോഗിച്ച NSS അടുക്കുന്ന ഒരു സാഹചര്യം, അതായത് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇരുകൂട്ടരും നമ്മൾ അടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നല്ലത് എന്നൊരു ബോധ്യത്തിലേക്ക് NSSനും ആ ബോധ്യമുണ്ട്, തിരിച്ച് കോൺഗ്രസിനും ആ ബോധ്യമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ചെന്നിത്തല എത്തിയത് ഒരു നേട്ടമാവുകയാണല്ലോ. തീർച്ചയായിട്ടും ചെന്നിത്തല വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്ന NSSൻ്റെ ആൾ മാത്രമായിട്ടില്ല. ഇപ്പോൾ സുകുമാരൻ നായർ ഞങ്ങളുടെ പുത്രനാണ്, ചെറുപ്പം മുതലേ ഇവിടെ കളിച്ചു വളർന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ മാത്രമല്ല. അപ്പം ചെന്നിത്തലയ്ക്കെതിരെ ഒരിക്കൽ പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ആളാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഈ മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ ലീഗിനുണ്ടായിരുന്ന അസംതൃപ്തി, അതിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാവുന്ന ഒരാളായിട്ട് നമ്മൾ സാദിഖ് അലി തങ്ങളുടെ ഒരു പ്രതികരണം കൂടി നോക്കണം. അദ്ദേഹം ഈ പട്ടിക്കാട് ജാമിയ നൂരിയ ഇതിൽ രമേശ് ചെന്നിത്തല വിളിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ വിഷയമാക്കി എടുക്കുന്നുണ്ടോ, അതിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഇതാണോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. ഇപ്പോൾ ചോദിച്ചാൽ എന്നൊരു വാക്കുകൂടിയുണ്ട് അതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രമേശ് ചെന്നിത്തല എമർജ് ചെയ്ത് വരുന്നത് UDFന് കുറേ കൂടി നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.